ഹലോ, ഞാൻ ആനന്ദ റോയ്ച്ച. ഹാ എന്താ മോനെ പറയ്. ഞാൻ യാത്ര പറയാൻ വിളിച്ച റോയ്ച്ച. അപ്പോ 2 ആഴ്ച കഴിഞ്ഞ് ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല റോയ്ച്ച. എന്തു പറ്റി? ആ വിശ്വേട്ടനൊരു ഫ്രോഡായിരുന്നു. അയാള് മുങ്ങി. ഇനി ഞാൻ ഇവിടെ നിന്നിട്ടൊരു കാര്യവുമില്ല. അയാള് പോയാലെന്താ? ഈ കൊച്ചിയിൽ വേറെ ഇല്ല സിനിമാക്കാര്. നീ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? എനിക്കൊരു അബദ്ധം പറ്റി റോയ്ച്ച. റോയ്ച്ചൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ കാശ് കൊടുക്കണ്ടെന്ന്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ ഇതിനോടുള്ള മോഹം കൊണ്ട് അയാള് ചോദിച്ച മുഴുവൻ കാശ് കൊണ്ടാ പോന്നെ. എത്ര കൊടുത്തു? 25. ഗോഡ്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പോയത് പോയി. ഞങ്ങളെ കോഴിക്കോട്ടെ ചെക്കന്മാര് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്ത് കൂട്ടിവെച്ച കാശ. അത് പോട്ടെ. ഇനിയും ലേറ്റായ നാട്ടിലെത്തുമ്പോ ഒരു നേരാവും. വീട്ടുകാരെ ഫേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ചമ്മലുണ്ട് റോയ്ച്ച. സാരല്ല. ആ റോയ്ച്ച, അവരോട് റോയ്ച്ചനൊന്നും പറഞ്ഞേക്കണേ. അവരാരുടെയും നമ്പർ എൻ്റെ അടുത്തില്ല. കുറച്ചു ദിവസം അവിടെ താമസിച്ചിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങളോട് വളരെയധികം അടുത്തുപോയി റോയ്ച്ച. എനിക്ക് നിങ്ങൾ ആരെയും മറക്കാൻ കഴിയില്ല കേട്ടോ. മോനെ, നീ ഇപ്പോൾ ഇവിടെ ഉള്ളേ? വൈപ്പിനില്. ഞാനങ്ങോട്ട് വരും, നമ്മൾ കാണും. കണ്ടിട്ടേ നീ പോകുന്നുള്ളൂ. ടോണി, തിരിച്ചു പോകുന്നവര് നീ മാത്രം അങ്ങ് തീരുമാനിച്ചോതെയോ? എന്താ റോയ്ച്ച? നീ ഒരു സ്ഥലത്തേക്കും പോണില്ല. നീ അഭിനയിക്കാനാണ് കൊച്ചി വന്നെങ്കിൽ അഭിനയിച്ചിട്ടേ പോവുള്ളൂ. ടോണി, എടുക്കട ബാഗ് ഉണ്ട്. യെസ് ബോസ്. വാ പോവാ. കരച്ചിലൊക്കെ ഞങ്ങൾ ഫ്ലാറ്റിൽ പോയിട്ട് ആദ്യം ചെന്നിട്ട് ഇവന്റെ ഫോട്ടോ ഉണ്ടല്ലോ അതൊന്നെടുത്ത് കണ്ടിട്ട് വേണം ഈ സെന്റിമെന്റ്സ് ട്രാക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ. വാടാ. ഈ കരച്ചിൽ നിനക്ക് അത്ര ഞാൻ ചേരണ്ട. ഗ്ലാസ് വെച്ചോ. വാ. Okay. Yeah, you can do it. Yes. Once more. Once more, yes. A little more faster. Yeah. Just a second, I'll just be back. We're going to do some triceps now, okay? Hold on one hand. Be steady. Cautious spread ചെയ്യണം. Keep your right hand behind. Slowly lift it up. Like that, okay? മനസ്സിലായോ? Then keep repeating it. Yeah. Up and then down. You're doing it wrong, see? It's the other way around. Stretch ചെയ്യ്. Yeah. Listen. Your health is very important, okay? I can't do it. You can, come on. Bend it. എങ്ങനെയാ? എനിക്ക് പറ്റത്തില്ല. നാളെ ചെയ്തോളാം. This is very സത്യമായിട്ട് important. നാളെ ഉറപ്പായിട്ടും ചെയ്തോളാം. ഒരു പ്രാവശ്യം കൂടി ചെയ്യ്. എനിക്ക് വയ്യ. This is not അയ്യോ fair. മതി. Huh? താങ്ക് യു സർ. സത്യം പറഞ്ഞ സാറിന്റെ ദൈവ. ഓക്കെ സർ. യെസ്.
ഓ അങ്ങനെ എന്നെ തേടിയും ഒരു ചാൻസ് വന്നു. അല്ല, ഇത് സന്തോഷിച്ചിരിയാണോ അതോ ആക്കിയതാണോ? ആ, അല്ല ചാൻസേ ഒരു ചാൻസ് കിട്ടിയ ക്ഷീണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അടുത്തതും കിട്ടിയത് ഓർത്ത് ചിരിച്ചതാ താരമേ. എന്നെങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ ഈ ചമ്മുന്നതൊക്കെ എന്റെ എക്സ്പീരിയൻസാ. നിങ്ങൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും, ഞാൻ നാളെ രക്ഷപ്പെടുകയും ചെയ്യും. അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ? അബ്ദുൾ ജബ്ബാർ സാറിന്റെ വർക്ക് കൺഫേം ആയി. ഇത് പഴയമാതിരി തട്ടിക്കൂട്ട് പടമൊന്നല്ല, ഹൈ ബഡ്ജറ്റാ, ഹൈ ബഡ്ജറ്റ്. മുമ്പേ എന്റെ ഡയലോഗ് തെറ്റിയതാ, അതിന് റീടേക്ക് കാണുന്നു വിചാരിച്ചതാ എന്റെ തെറ്റ്. പക്ഷേ ഇപ്പോ അത് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഡയലോഗ് തെറ്റിയാലും കുഴപ്പമില്ലേ? അതെന്താ കഥാപാത്രം ഊമയാ? എടാ ടോണി, നീ ഒന്നും മിണ്ടാതിരുന്നേ. എപ്പോ നോക്കിയാലും നിന്റെ ഒരു കളിയാക്കല്. പാവ ആനന്ദ് ഒരു ചാൻസിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് അവസാനം അത് കിട്ടിയപ്പോ അത് പണ്ടാരടങ്ങി ഗ്യാസ് തീർന്നിരിക്കുമ്പോഴോ അവന്റെ ഒരു... എടാ ആനന്ദേ, നീ വല്ലപ്പോഴെങ്കിലും ഇതുപോലത്തെ സീരിയസ് കാര്യം പറയുമ്പോഴാ നമ്മളൊന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നേ. നീ പറയടാ. താങ്ക് യു പറു. ബേസിക്കലി ബോഡി ലാംഗ്വേജിൽ ഞാൻ ആ ക്യാരക്ടറിനായി ഇത്ര ഫിറ്റ് ആണെന്ന് റോക്കി സാറ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഫിറ്റാ? നീയാ ഫിറ്റ്? അതും നീ. എടാ നീ വെറും എല്ലനാ, ജസ്റ്റ് സൈസ് 0. സത്യം പറയാലോ, ഒരു ഫിലിം സ്റ്റാർ ആകാനുള്ള ബോഡി ഒന്നും നിനക്കില്ല. എത്ര കാലമായി നിന്നോട് ഞാൻ ജിമ്മിൽ വരാൻ പറയുന്നു. നീ അന്നേ വന്നിരുന്നെങ്കിൽ ഇപ്പൊ നീ ഒരു സ്റ്റാർ ആയനെ. വരാനുള്ളത് വഴുകി തങ്ങില്ല മോനെ ആനന്ദേ, നിന്റെ കാര്യം കട്ടപ്പുക. എടാ ആനന്ദേ, നിനക്കൊരു സിനിമാടനാകണമെന്നുണ്ടെങ്കിൽ നീ ഇവളെ സഹിച്ചാലേ, അല്ല ഇവള് പറയുന്നത് പോലെ കേട്ട് വർക്കൗട്ട് ചെയ്താലേ പറ്റൂ. ഓക്കെ, എന്താ നിന്റെ ഡിസിഷൻ പറ. വർക്ക്ഔട്ട് ചെയ്യണോ അതോ... ചെയ്യാം. വർക്കൗട്ട് അല്ല, എന്തും ഒരു സ്റ്റാർഡം. അതെന്റെ ഡ്രീമാ. That's the spirit. All right. Come on. ഒരു നടനാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. താങ്ക്സ് അമ്മച്ചാ. ആദ്യമായിട്ട് ആ പാറുവിന് നമ്മുടെ ഇടയിൽ നിന്നൊരു ഇരയെ കിട്ടുന്നത്. നടനാകാൻ പോകുന്നവൻ നടുവൊടിഞ്ഞ് തിരിച്ചു വരാതിരുന്നാ മതി. എൻ്റെ കർത്താവേ. എടാ ആനന്ദേ, നീ പേടിക്കണ്ട. നീ നാളത്തെ ഒരു സ്റ്റാർ അല്ലേ. ഒരു കാലത്ത് നിന്നെ പോലെ കഴിവില്ലാത്തവരായിരുന്നു ഇന്നത്തെ സ്റ്റാർസ് ഒക്കെ. അതുകൊണ്ട് ബി പോസിറ്റീവ് മാൻ. ഇതിപ്പോ ഞാൻ എന്നോട് എന്തിനാ പറയുന്നത്? എനിക്കറിയാവുന്ന കാര്യമില്ലേ, റോയ്ച്ചൻ്റെയും ടോണിൻ്റെ മുമ്പിൽ ഒരു സ്റ്റാർ ആവണം. അതുകൊണ്ട് അധികം ഓവറാക്കണ്ട, നേരെ കാര്യം പറയാം. പറ്റിയ കാലും പിടിക്കാം. അയ്യോ, ഞാനൊന്നും കണ്ടിട്ടില്ല. എന്നോടൊന്നും പറയണ്ട, എല്ലാം ഞാൻ അങ്ങോട്ട് പറയാം. Who are you? ഐ ആനന്ദ്, കമ്മിങ് ഇൻ ദ ഓഫ് ദ ആക്ടിങ് ഇൻ ദ സിനിമ. യു. What? ഞാൻ ആനന്ദ. റോക്കി സാറ് മൂവി കോർഡിനേറ്റർ. റോക്കി സാറ് വണ്ടി വരിക. Photos? ഫോട്ടോസ് സെൻഡ് ചെയ്തിട്ടുണ്ടോ? ആയിരത്തി 1980 നടന്ന കഥകൾ സിനിമയാക്കുന്നുണ്ടെങ്കിൽ നിന്നെ അറിയിക്കാം. ഓക്കെ? അങ്ങനെ പറയരുത് മാഡം, പ്ലീസ്. ഒരു ചാൻസ് പ്ലീസ്. നോ, ഇത് അല്പം ട്രെൻഡി ആയിട്ടുള്ള ഒരു ടഫ് ക്യാരക്ടറാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. സോറി. മാഡം റിസ്ക് എടുക്കണ്ട, ഞാൻ എടുത്തോളാം റിസ്ക്. നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇപ്പൊ പോയിക്കോളൂ. മാഡം ചാൻസ് ഒന്നും അറിയാണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കണോ? മാഡം, ഞാനൊരു സ്റ്റാറായ മാഡത്തിന് എത്ര ഡേറ്റ് വേണേലും തരാം. ആരുടെ ഫോൺ അറ്റൻഡ് ചെയ്തില്ലേ മാഡത്തിന്റെ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തോളാം. Get out, you scoundrel. അസോസിയേറ്റ് ഡയറക്ടറെ, ഞാനൊരു ദിവസം സ്റ്റാർ ആയല്ലേ, ഇതുപോലെ നിങ്ങൾ ഡേറ്റ് വെച്ച് വരും. അപ്പൊ ഇതിലും നല്ല ഇംഗ്ലീഷിൽ ഞാൻ നിങ്ങളെ ഗെറ്റ് ഔട്ട് അടിക്കും. നോക്കിക്കോ. തന്നെ വെച്ചൊരു പടം എടുക്കേണ്ടി വന്നാ അന്ന് ഞാൻ ഈ പണി നിർത്തും. അയ്യോ, ആ പടമൊക്കെ ഹിറ്റായാലോ? ഒരു കഴിവില്ലാത്ത ആൾക്കാരെ പടമൊക്കെ ഹിറ്റാവുന്ന കാല. എന്തായാലും ഞാൻ തന്നെ വെച്ച് പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സോറി. വേണ്ട, ആനന്ദ് നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കുന്നില്ല. സ്റ്റാൻസ്ലോയ്സ്കിയുടെ പുസ്തകം വായിച്ച ആനന്ദിന് ചാൻസ് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. അല്ല പിന്നെ Stupid.
ഹേ നിനക്കറിയാലോ എൻ്റെ ജിമ്മിലെ തിരക്കും വർക്കൗട്ട്സ് ഒക്കെ. അതിനിടയ്ക്കാണ് നീ ഷോപ്പിങ്ങിനും ഔട്ടിങ്ങിനും ഓരോ പ്ലാൻസ് ആയി നീ വരുന്നത്. ഐ എം സോ സോറി മോളെ, ഇന്ന് നടക്കില്ല. ഐ നോ, നമുക്ക് വേറെ ദിവസമാക്കാം. ഓൾറൈറ്റ്, ഞാനിപ്പോൾ ജിമ്മിലെത്തി. ഐ ഹാവ് ടു ഗോ. പിന്നെ ഞാൻ ഡയറ്റിൻ്റെ കാര്യം പറഞ്ഞൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. യാ സിയ, ബൈ. ഇന്ന് ആള് ഭയങ്കര കുറവാണല്ലോ. അല്ല, ഇത് എങ്ങോട്ടാ പോന്നേ? എന്റെ ഇന്നത്തെ കഴിഞ്ഞു. കഴിഞ്ഞോ? ഇങ്ങോട്ട് വന്നേ. വന്നിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ, അപ്പോഴേക്കും പോണോ അല്ലേ? അത് പിന്നെ നല്ലൊരു ഷോൾഡർ പെയിൻ. ഷോൾഡർ പെയിനോ? കം ഓൺ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ജസ്റ്റ് ഡു എ നോർമൽ വാം അപ്പ്, then let's get to workout. Come on. Yeah. Yeah, steady. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മുങ്ങണം. Stretch yourself. ശരിക്കും ഡു ഇറ്റ് പ്രോപ്പർലി. ഡു ഇറ്റ്. ഒരു 50 എണ്ണം എടുക്കാതെ നീ ഇവിടുന്ന് പോകുന്നില്ല. 50 ഓഹോ, come on, do it once again. Just once more. Get up, മതി. ഇങ്ങനെ ഇരുന്ന് എങ്ങനെയാ നോക്ക? So let's go. 1 2 3 4. 1 2 3 4. Once again. വാ. Steady. Yeah. ഹലോ. ഹേ, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞാണല്ലോ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ. അയ്യോ. റോയ്ച്ചന്റെ എക്സ്പ്രസ്സോ, ടോണിയുടെ കോൾഡ് കോഫി, ആനന്ദിന്റെ കാപ്പച്ചിനോ ആൻഡ് ചിന്തിന്റെ ഫ്രഷ് ജ്യൂസ്. ഒന്ന് മാറിപ്പോയത് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. മാറിയൊന്നും പോയില്ല. മാറിപ്പോൻ ഇതെന്ത് ചപ്പലോ? ഷോ, ഒന്നും പറഞ്ഞില്ലേ, ഒന്ന് കൊടുത്താ മതി. ടാടാ. നിങ്ങൾ എന്താ ഒന്നും കുടിക്കാത്തെ? ഹായ്. ഓ ഹായ് ഹിഷാം. Hi. How are you? Fine. How are you guys? ഇപ്പൊ ഫൈനായി. അതെന്താ അങ്ങനെ? അതൊന്നുമില്ല. ഹിഷാം, കോഫി? കോഫി വേണ്ട, ഞാൻ കുടിച്ചോളാം. സ്പെഷ്യൽ കോഫി. ഹലോ, തിരക്കാണോ? ആണ്, തിരക്കാണ്. ഒരു പേസ്ട്രി ഉണ്ടാവോ? അതറിയാനാണ് ഇവിടെ വരെ വന്നത്. അതെ, പോട്ടെ. വന്നതല്ലേ, ഒരെണ്ണം എടുക്കട്ടെ? ആവാം. ബ്ലൂബെറി ടാർട്ട്. ഐ നീഡ് എ സ്പെഷ്യൽ വൺ. സാറ, നിനക്കെന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? ഗേൾ ഫ്രണ്ട്സുമായിട്ടുമുള്ള നിന്റെ ഡേറ്റിംഗ് ക്രേസ് മാറിയെങ്കിൽ എനിക്ക് നിന്റെ മേലുള്ള പിണക്കവും മാറി. അല്ല, ഇനി നിന്റെയും എന്റെയും മനസ്സിൽ എന്തെങ്കിലും പിണക്കം ബാക്കിയുണ്ടെങ്കിൽ സ്നേഹവും വിശ്വാസവും ഒക്കെ മിക്സ് ചെയ്ത് ഈ ബ്ലൂബെറി ടാർട്ട് കഴിക്കുന്നതോടെ അതെല്ലാം ഇല്ലാതാവണം. ഓക്കെ? ഓ, സമ്മതിച്ചിരിക്കുന്നു. എന്ത്? കാണാതെ പഠിച്ചോണ്ട് വന്ന ഈ പൈങ്കിളി ഡയലോഗൊക്കെ കറക്റ്റായിട്ട് തെറ്റായി ഡെലിവറി ചെയ്തതിന് എവിടെ നിന്ന് കിട്ടിയ ഡയലോഗൊക്കെ? ദൈവമേ, എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവ് തരണേ. ഇനിയൊരു ബ്രേക്കപ്പ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിനക്കെന്നെ എങ്ങനെ വെറുക്കാനും മറക്കാനും കഴിയുന്നു ഹിഷാം? ഞാൻ ബുദ്ധിമാനായത് കൊണ്ട് പറ്റിപ്പോയതാണ് പൊന്നെ. എന്നെങ്കിലും നീ തിരിച്ചു വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കണിയാൻ ചിമ്മന്റെ തത്ത പറഞ്ഞ അച്ചട്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി. സമയം മോശമാണ്. കണ്ടകൻ കൊണ്ടേ പോവെന്ന് പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി. ഇനി എന്നെ വിട്ട് നീ പോവോ? ഞാൻ മാത്രമല്ല, പത്മവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യു പോലും പിന്നെ അത് വിട്ട് പുറത്തു പോയിട്ടില്ല മോളെ. റോയ്ച്ച, ഈ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ വെള്ളം കൊച്ചിയിലെത്താൻ എത്ര സമയം എടുക്കും? 16. അല്ല, കഴിഞ്ഞ മന്ത്രിസഭയിൽ അത് 13 മാറ്റിയിട്ടില്ലേ? അത് ഏത് ഡാം?
അല്ല എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിച്ചാ. ഇത്രയും നേരം സാറേന്റെ ഹിഷാമിന്റെയും കാര്യം പറഞ്ഞ് ഇപ്പൊ ഇവിടുന്ന് ഡാം വന്നേ. ഇവൻ ചൂടാക്കും. ഹിഷാം കാപ്പി കുടിച്ചോ? കാപ്പി കുടിച്ചു. ദാ, വിഷമിക്കാതെ. ജീവിതത്തിലെ ഒരുപാടെടുത്ത് തോറ്റാലേ പിന്നെ വിജയിക്കുമ്പോ ഒരർത്ഥം ഉണ്ടാവും. ആ പക്ഷെ വിജയിക്കണം. നീ പോടാ, അവൻ രക്ഷപ്പെടും. അതൊന്നല്ല എന്റെ വിഷമം. എവിടെ പോയാലും ഓരോ പ്രശ്നങ്ങളാ. ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാവൂടാ. എടാ ആനന്ദേ, നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒരു യഥാർത്ഥ കലാകാരൻ ഒരിക്കലും തളരരുത്. ഫൈറ്റ് ചെയ്യണം. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിജയത്തിലെത്തണം. എടാ ഈ കൊച്ചിയിൽ സിനിമാ മോഹമായിട്ടെത്തിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് താമസിക്കുന്ന നല്ലൊരു ഫ്ലാറ്റും പിന്നെ സുഹൃത്തുക്കളായിട്ട് ഇവരും പിന്നെ ഒരേട്ടൻ എന്ന നിലയ്ക്ക് എന്നെയും കിട്ടിയില്ലേ? സോ യു ആർ ലക്കി. പിന്നെ പലപ്പോഴും നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ എനിക്ക് കഴിയാറില്ല. ഞാനങ്ങനൊക്കെ ആയിപ്പോയി. ഏതായാലും നിന്റെ ഈ മൂടൊന്ന് മാറ്റിയിട്ട് തന്നെ കാര്യം. ഹലോ, ആ റോയിച്ചൻ ഇവിടെ ഒരാളുടെ മൂഡ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഞാൻ വിളിക്കാം. ആക്കരുത് കേട്ടാ. ഒന്നുമില്ല, രാവിലെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാ സമയം കിട്ടിയില്ല. പിന്നെ ഒന്നുമില്ല, പഴയ ചില തമാശകൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറയാന്ന് വിചാരിച്ചു. റോയിച്ച ഒരു സെക്കൻഡ്. പാറു, ദേ റോയിച്ച തമാശ പറയാൻ പോണു. ഓടിവാ. എന്താ ടോണി? വാ ഇരിക്കി. അതായത് ഒരു സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുന്ന കുറെ ആളുകൾ. ടിക്കറ്റ് കൊടുത്ത് തീരാറായി. ഏതാ റോയിച്ച തിയേറ്ററില് സിനിമ? എല്ലാരും കിടന്നു കഴിയുമ്പോഴേ റൂമിലേക്ക് ഒന്ന് പോയി ചെവി പറഞ്ഞുതരാ. ചോദ്യം വേണ്ട, തമാശയേക്ക്. രസം കളയാ റോയിച്ച. വേഗം പറ, ചിരി വരുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് തീരാറായി. അപ്പൊ ഒരാൾ ഓടിക്കതച്ചോണ്ട് ഒരു കൊമ്പം വീശക്കാരന്റെ പുറകിൽ ടിക്കറ്റ് എടുക്കാൻ നിന്ന്. അപ്പൊ അയാള് പോക്കറ്റിൽ കൈയിട്ട് പണം എടുത്തോണ്ട് കൊമ്പം വീശക്കാരനോട് CID മൂസയല്ല ചേട്ടാ. അപ്പൊ CID മൂസയല്ല. അല്ല, കൊമ്പം വീശക്കാരൻ തിരിഞ്ഞ് അയാളോട് പറയാണ് CID മൂസല്ല, ഞാൻ SI രാജേന്ദ്രൻ. എന്താണത്?